ഇന്ന് നമുക്ക് ഒരടിപൊളി നെയ്യപ്പായാലോ? അതും അമ്മേന്റെ സ്പെഷ്യൽ നെയ്യപ്പം. അതിനായിട്ട് 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടില്ലേ. പച്ചരി കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കുറച്ച് തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. കൂടി അരച്ചെടുത്ത് കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പണി തീർന്നു. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 കിലോ വെല്ലാണ്. 1 കിലോ പച്ചരിക്ക് 1 കിലോ വെല്ലാണ് നമ്മ എടുത്തിട്ടില്ലേ. മധുരത്തിന്റെ അളവ് കൂടുതൽ വേണമെന്നില്ലവര് 2-3 ആണി വെല്ലം കൂട്ടിയെടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. വെച്ച മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മ പാവാക്കി വെച്ച വെല്ലമില്ലേ, അത് ചൂടോടെ ഒരരിപ്പ വെച്ച് അരിച്ച് ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒരു വിസ്കോ കയ്യിലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന്. പിന്നെ ചേർക്കേണ്ടത് മൈദപ്പൊടിയാണ്. 1 കിലോ പച്ചരിക്ക് 250 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തിട്ടില്ലേ. മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അതിന്റെ കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞ് നല്ല മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനിയാണ് നെയ്യപ്പത്തിന് മണവും രുചിയെല്ലാം കൂട്ടുന്ന മെയിൻ സാധനം ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ അവല്, 5-6 കഷ്ണം ചുക്ക്, ഒരു 10-12 ഏലക്കായി, 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് ഇനി നമ്മളെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണം. കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലുണ്ടല്ലോ നല്ല പൂ പോലെ സോഫ്റ്റ് നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. 1/2 മണിക്കൂർ വെച്ചിട്ട് ചുട്ടെടുത്താലും മതി. അത് നിങ്ങളെ സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ചൂടാൻ നേരത്താണ് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കേണ്ടത്. ഒരു 1/2 മുറി തേങ്ങന്റെ കൊത്താണ് എടുത്തിട്ടില്ലേ. തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ളും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും തീ ഓഫ് ചെയ്യുക. തണിഞ്ഞതിന് ശേഷം മാത്രം നമ്മളെ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മട്ടരി ഇല്ലേ, 1/4 ഗ്ലാസ് മട്ടരി തിളച്ച വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 1/2 കപ്പ് തേങ്ങയും ശർക്കര പാനിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ശർക്കര പാനി ഇല്ലെങ്കിൽ സാധാ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അതും കൂടി നമ്മളെ മാവിലേക്ക് ചേർക്കുക. ശ്രദ്ധിക്കണം, ലാസ്റ്റ് മാവ് റെസ്റ്റെല്ലാം വെച്ചതിന് ശേഷം ചുടാൻ നേരത്ത് മാത്രം വേണം തേങ്ങാക്കൊത്തും ഇതും ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങാക്കൊത്തും എള്ളും ചേർക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാൻ മറക്കല്ലേ. നെയ്യപ്പത്തിന്റെ ശരിയായ പാകം എന്ന് പറയുന്നത് അധികം കട്ടിയാവാനും പാടില്ല, എന്നാലോട്ട് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കാൻ. നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യപ്പല്ലേ, കുറച്ച് നെയ്യിന്റെ സ്വാദ് കൂടി ഉണ്ടായിക്കോട്ട്. ഇതുപോലെ ഓരോ കയ്യിലും മാവ് എണ്ണയിലേക്ക് കോരി ഒഴിച്ചിട്ട് നമുക്ക് നെയ്യപ്പം ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ നമ്മളെ അടിപൊളി നല്ല പൂ പോലത്തെ നെയ്യപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.